കാസർഗോഡ് വികസന പാക്കേജിൽപ്പെടുത്തി ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് സമീപം നിർമ്മിച്ച മിനി ഇൻഡോർ സ്റ്റേഡിയം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുമ്പ് തന്നെ പൂർത്തീകരിച്ചതാണെങ്കിൽ പോലും പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതുകൊണ്ടാണ് ഇത്ര വൈകിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഭംഗിയായി ഇപ്പോൾ നമുക്ക് ഒരു പ്രയാസവുമില്ലാതെ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് കളിക്കാൻ കഴിയുന്ന ഭാഗത്തിൽ ഇൻഡോർ സ്റ്റേഡിയം മാറിയിരിക്കുകയാണ്. സ്പെഷ്യൽ ഓഫീസർ ഒരു കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എന്താണ് കായിക രംഗത്തിൻ്റെ പ്രാധാന്യമെന്നത് അദ്ദേഹം നല്ലതുപോലെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഏതൊരു രക്ഷിതാവും കുട്ടികൾ പഠിക്കണം എന്ന് ചിന്തിക്കുന്നതോടൊപ്പം കളിക്കണം എന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. കഴിഞ്ഞ കുറേ കാലമായി വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാലയങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ചടങ്ങുകളിലെല്ലാം അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യം ഞാൻ ഇവിടെയും ഓർമ്മിപ്പിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ P. രഘുനാഥ് V വിശിഷ്ട അതിഥിയായി. നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷരായ M. സുമതി, മുഹമ്മദ് മുറിയനാവി, ഫൗസിയ ഫെരീഫ്, അവാർഡ് കൗൺസിലർ സൗമ്യ സുനിൽ, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ V. ചന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എഞ്ചിനീയർ M. ജഗദീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് പ്രകാശൻ പള്ളിക്കുടയൻ എന്നിവർ പ്രസംഗിച്ചു. ഒരേ സമയം 12ലധികം കായിക വിനോദങ്ങൾ പരിശീലിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേഡിയമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്.